ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഫുൾ സ്റ്റാർ സൊല്യൂഷൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ സെൽഫ് ലേൺ ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിൽ പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ വരുന്നതാണ് ടൈം മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ ഒരു ദിവസത്തിലെ ഒരു സ്പെസിഫിക് ടൈം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. സോ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഗൂഗിൾ കലണ്ടറാണ്. അതിനു മുന്നേ നമ്മൾ എന്ത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യണം. സോ നമുക്ക് ആദ്യം ഒരു സ്പെസിഫിക് ടൈമിൽ നമുക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്ക് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാം. നമ്മുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഈ ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സ്റ്റാക്കിൻ്റെ ഓരോ സ്റ്റാക്കുകളും താഴെ ഓരോ ഷീറ്റുകളായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു സ്റ്റാക്ക് എടുക്കാം. നമുക്ക് HTML തന്നെ എടുക്കാം. HTML വന്നിട്ട് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് HTML ഉള്ള ടോപ്പിക്കുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ ഇതെടുക്കാം. ഈ ടോപ്പിക്കിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഒരു ആക്ഷനാക്കി മാറ്റണം. മീൻസ് ഈ ടോപ്പിക്കിനെ ഗൂഗിൾ കലണ്ടറിലുള്ള ഒരു ടൈം ബ്ലോക്കിലേക്ക് കൊണ്ടുവരണം. അതിനു മുന്നേ നമുക്ക് ടൈം ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ മാർച്ച് 15 ഡേറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് സപ്പോസ് നിങ്ങൾ രാവിലെ 5 മണിക്ക് നിൽക്കുന്ന ആളാണെങ്കിൽ ഇവിടെ 5 മണിക്ക് വരാം. ഇവിടെ വന്നിട്ട് ബ്ലോക്ക് 1 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇവിടെ ടൈം 5 AM to 5:45, ഒരു 45 മിനിറ്റുള്ള ഒരു ടൈം ബ്ലോക്ക് ഉണ്ടാക്കാം. ഇവിടെ ഡെയിലി കൊടുക്കാം. അപ്പോൾ ഡെയിലി 5 മണി മുതൽ 5:45 വരെ ടൈം ബ്ലോക്ക് 1 ആയിരിക്കും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ ഒരു 5 മിനിറ്റ് മുന്നേ 5 മിനിറ്റ്സ് ബിഫോർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 5:45 വരെ ബ്ലോക്ക് 1 ആയിരിക്കും. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഏത് ടോപ്പിക്കാണ് HTMLൻ്റെ ബേസിക്കാണ് കവർ ചെയ്യേണ്ടത്. ഇവിടെ വന്നിട്ട് HTML ഇൻട്രൊഡക്ഷൻ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം ദിസ് ഇവൻറ്റ്. അങ്ങനെ മൾട്ടിപ്പിൾ ടൈം ബ്ലോക്കുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ടൈം ബ്ലോക്ക് 6 മണി മുതൽ 6:45 വരെ. അതായത് 45 മിനിറ്റിന് ശേഷം ഒരു 15 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ടൈം ബ്ലോക്ക് 6 മണി മുതൽ ബ്ലോക്ക് 2, 6 മണി മുതൽ 6:45 വരെ അടുത്ത ടൈം ബ്ലോക്ക്. റിപ്പീറ്റ് ഡെയിലി കൊടുക്കുക. നോട്ടിഫിക്കേഷൻ 5 മിനിറ്റ് ബിഫോർ കൊടുക്കുക. ഇങ്ങനെ ഒരു ദിവസത്തിനെ മൾട്ടിപ്പിൾ ബ്ലോക്കായിട്ട് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് ഒരു ടൈം ബ്ലോക്കിനുള്ളിൽ അത് കവർ ചെയ്യാൻ നോക്കാം. ഇനി സപ്പോസ് ഈ HTML ഇൻട്രൊഡക്ഷൻ പാർട്ട് ഈ ടൈം ബ്ലോക്കിൽ തീർന്നില്ലെങ്കിൽ അടുത്ത ബ്ലോക്കിലോട്ട് ഫോർവേഡ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ബ്ലോക്കിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്കുകളെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അതായത് ഒരു ദിവസത്തെ ടൈമിന് നമ്മൾ മൾട്ടിപ്പിൾ ടൈം ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ട് ഓരോ ടൈം ബ്ലോക്കിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാവും. ഇങ്ങനെയാണ് ഗൂഗിൾ കലണ്ടർ യൂസ് ചെയ്തിട്ട് ഒരു ദിവസത്തെ ടൈമിനെ മാനേജ് ചെയ്യണത്, എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഒരു പുതിയൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ലേൺ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം ജാവാസ്ക്രിപ്റ്റിൻ്റെ ടോപ്പിക്കിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ബേസിക്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നുള്ള രീതിയിൽ. അത് നമുക്ക് ChatGPT യൂസ് ചെയ്യാം. ChatGPTയിൽ പ്രോംപ്റ്റ് കൊടുക്കാം. പ്രൊവൈഡ് ജാവാസ്ക്രിപ്റ്റ് ടോപ്പിക്സ് ബേസിക്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ്ഡ്. ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ChatGPT നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ടോപ്പിക്ക് ബേസിക്കും ഇൻ്റർമീഡിയറ്റും അഡ്വാൻസ്ഡ് ലെവലിലായിട്ട് നമുക്ക് ടോപ്പിക്സുകൾ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് തന്നെ ആദ്യം ബേസിക് കവർ ചെയ്യുക. ബേസിക് കവർ ചെയ്തതിന് ശേഷം ഇൻ്റർമീഡിയറ്റിലേക്ക് കടക്കാം. അതിനുശേഷം അഡ്വാൻസ്ഡ് ടോപ്പിക്സ് കവർ ചെയ്യാം. ഈ രീതിയിൽ പഠിക്കാം. പിന്നെ ഈ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡോക്യുമെൻറ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ വെബ്സൈറ്റുകൾ ഇതിൽ ഒരുപാട് വെബ്സൈറ്റുകളുണ്ടാകും. അതിലിപ്പോൾ എന്ത് ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിലും ആദ്യം നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ് W3 Schools എന്ന് പറയുന്നത്.
ക്ലിക്ക് ചെയ്യാം. കാരണം W3 സ്കൂളിൽ എല്ലാ ടോപ്പിക്കുകളും വളരെ സിമ്പിളായിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പേസിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ സ്പീഡായിരിക്കും ലേൺ ചെയ്യുന്നതിന്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വായിച്ചാലുള്ള ഗുണം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പേസിനനുസരിച്ച് നമുക്ക് ഒരു ടോപ്പിക്ക് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. യൂട്യൂബ് വീഡിയോസ് ട്യൂട്ടോറിയൽസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണുന്ന സമയത്ത് അവരൊരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ആ ടോപ്പിക്ക് കഴിഞ്ഞ് അവർ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകും. ആദ്യമൊക്കെ നമ്മൾ പോസൊക്കെ ചെയ്തിട്ടൊക്കെ മനസ്സിലാകും, പിന്നെ നമുക്ക് മടിയായിരിക്കും പോസ് ചെയ്യാനൊക്കെ. കാരണം അവർ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ ഒരു റഷായിരിക്കും നമ്മൾ. കാരണം നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ആ ടോപ്പിക്ക് കഴിഞ്ഞ് അവർ അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് അവർ മൂവ് ആയിട്ടുണ്ടാകും. യൂട്യൂബ് വീഡിയോസ് കാണേണ്ടത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് എല്ലാ ടോപ്പിക്കുകളും ഒന്ന് ഫെമിലിയർ ആയതിനു ശേഷം മാത്രം യൂട്യൂബ് വീഡിയോസ് കാണുക. അതായത് യൂട്യൂബ് വീഡിയോസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോസ് കാണുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിളിലേക്ക് വരാം. ഗൂഗിളിൽ വന്നതിന് ശേഷം അതിൻ്റെ ഇമേജസ് സെർച്ച് ചെയ്യാം. സപ്പോസ് നമ്മളൊരു ഡോംട്രി നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല, നേരെ ഗൂഗിളിലേക്ക് വരാം, ഡോംട്രി എന്ന് സെർച്ച് ചെയ്യാം. ഡോംട്രി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇമേജസ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇമേജസ് അതിൻ്റെ ലോജിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഇമേജസ് ഉണ്ടാവും. അത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇമേജസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തിയറി വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ ഇമേജസ് കാണുമ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് അതിൻ്റെ ലോജിക്ക് കത്തും. ഇനി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നോട്ട് റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിൽ നോട്ട് റെഡിയാക്കാം, അതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് റെഡിയാക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡിജിറ്റലായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം നിങ്ങൾക്ക് എവിടെ പോയാലും അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ ഫോൾഡറായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. MS വേർഡിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സിലോ ഒക്കെ നിങ്ങൾക്ക് നോട്ട് റെഡിയാക്കാൻ പറ്റും. ഗൂഗിൾ ഡോക്സിലൊക്കെ നോട്ട് റെഡിയാക്കാൻ അടിപൊളിയാണ്. കാരണം നല്ല രീതിയിൽ നമുക്കത് നോട്ട് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നോട്ട് റെഡിയാക്കുന്ന സമയത്ത് ഒരു ടോപ്പിക് ഉണ്ട്, അതിന് സബ്ബായിട്ട് എന്തെങ്കിലും ടോപ്പിക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഇൻറ്റൻ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഡിജിറ്റലായിട്ട് നോട്ട് സെറ്റാക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? നമ്മൾ ആദ്യം ടൈം മാനേജ്മെൻറ്റ് നോക്കി, ഗൂഗിൾ കലണ്ടർ യൂസ് ചെയ്തിട്ട് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ആ ക്രിയേറ്റ് ചെയ്ത ബ്ലോക്കിൽ ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. പിന്നെ നോക്കിയത് പുതിയൊരു ടോപ്പിക്ക് എങ്ങനെ പഠിക്കാമെന്നുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ്ഫുൾ ആയില്ലെങ്കിലോ, അതായത് മറന്നു പോവുകയാണെങ്കിലോ, അത് നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതായത് നമ്മളൊരു പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ആക്ച്വലി അവിടെ ലേണിംഗ് നടക്കുന്നില്ല. നമ്മൾ ആ ടോപ്പിക്കായിട്ട് ഫെമിലിയർ ആവുകയാണ് ചെയ്യണത്. നമ്മളൊരു പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്, അപ്പോൾ ആ ടോപ്പിക്കുമായിട്ട് ഫെമിലിയർ ആവുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളത് ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് നമ്മൾ ഗൂഗിൾ കലണ്ടറിൻ്റെ കേസ് പറഞ്ഞു. ഗൂഗിൾ കലണ്ടറിൽ നമ്മൾ ഓരോ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ സപ്പോസ് ഒരു ദിവസം നമ്മളൊരു 13 ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അതിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 10 ബ്ലോക്ക് നിങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അവസാനത്തെ 3 ബ്ലോക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അത് നിങ്ങൾ വേണമെങ്കിൽ ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ടോപ്പിക്കുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പറയാം മാക്സിമം ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് തരാൻ പറയാം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറേയൊക്കെ ആൻസർ ചെയ്യും, കുറേ ഒന്നും ആൻസർ ചെയ്യില്ല, മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ചെയ്യാത്തത് ആ ടോപ്പിക്ക് മാത്രം പോയിട്ട് വീണ്ടും പഠിക്കാം. ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി നിങ്ങളൊരു 1 hour കൊളാബറേറ്റീവ് ആയിട്ട് ലേൺ ചെയ്യാൻ ശ്രമിക്കാം. അതായത് നിങ്ങളൊരു 3-4 പേര് കൂടിയിട്ട് ഒരു ഗൂഗിൾ മീറ്റ് ഇട്ടിട്ട് ഡെയിലി വന്നിട്ട് അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം, മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ നടത്താം. പിന്നെ കൊളാബറേറ്റീവ് ആയിട്ട് കോഡ് ചെയ്യാനൊക്കെ പറ്റും. അതായത് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് ലൈവ് ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ലൈവ് ഷെയർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ VS കോഡിൽ വന്നു കഴിഞ്ഞാൽ
ഇതാണ് ലൈവ് ഷെയർ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ. ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് താഴെ ഒരു ലൈവ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലിങ്ക് നമുക്ക് കോപ്പി ആയിട്ടുണ്ടാവും. അത് വന്നിട്ട് നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ പോയിട്ട് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തതിന് ശേഷം ആ ലിങ്ക് വഴി കയറുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഓപ്പൺ ആക്കി വെച്ചേക്കണം ഈ ടെർമിനൽ, ഈ VS കോഡിൻ്റെ ഇത് അവർക്കും കൂടി ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ കൊളാബറേറ്റീവായിട്ട് അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളങ്ങനെ കോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾക്ക് ഒരു മെഷീൻ ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് സമയം ഇൻ്റർവ്യൂസൊക്കെ കാണാൻ വേണ്ടി സമയം മാറ്റി വയ്ക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു ടോപ്പിക്ക് എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവർ ചോദിക്കുന്ന എത്ര ക്വസ്റ്റ്യൻസിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഇപ്പോൾ ഒരുപാട് ചാനലുണ്ട്. ഇപ്പോൾ ഇതിൽ പ്രോ കോഡർ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവരുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ അക്ഷയ് സൈനി ഇടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ കോഡിങ്ങിൻ്റെ റിവ്യൂസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പോയിട്ട് നിങ്ങൾ ഡെയിലി കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വയ്ക്കാം. ഏറ്റവും നല്ലത് ഉറങ്ങുന്ന സമയത്ത്, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻ ടൈമൊക്കെ ഓഫ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നൊക്കെ നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തിന് ബാധിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് ഒരു പാട്ട് കേൾക്കുന്ന പോലെ ഇത് ലിസൺ ചെയ്യാം. ലിസൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് പറഞ്ഞ പോലെ നമ്മളുടെ നോളജ് വാലുവേറ്റ് ചെയ്യാനും പറ്റും, നമ്മളെ സ്ക്രീൻ ടൈം കുറയ്ക്കാനും പറ്റും. സോ അതുകൊണ്ട് ഡെയിലി കുറച്ച് സമയം ഇതുപോലെയുള്ള ഇൻ്റർവ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഇവർ ഇൻ്റർവ്യൂസ് യൂസ് ചെയ്യുന്ന കുറേ ഇംഗ്ലീഷ് വേർഡുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസൊക്കെ കാണുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഈ യൂട്യൂബിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഓഡിയോ മാത്രമായിട്ടൊക്കെ കേൾക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു ദിവസം ഒരുപാട് ടൈം ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പരസ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പ്രീമിയം എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇയർലി 1100 സംതിങ് ഉള്ളൂ യൂട്യൂബ് പ്രീമിയത്തിന്. ഇനി പറയാൻ പോകുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒന്ന് വാലിഡേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു മെൻറ്ററിനെ കണ്ടുപിടിക്കാം. ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മൾ പഠിക്കുന്ന ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. സോ അവരുടെ മെൻറ്റർഷിപ്പൊക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒരാൾ വാലിഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടുന്നത്. പിന്നെ നമ്മളെ ഗൈഡ് ചെയ്യണം, നമ്മൾ കറക്റ്റ് പാത്തിലൂടെയാണോ നമ്മളിത് കാര്യങ്ങൾ പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്ററിൻ്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. അടുത്തത് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. നമ്മൾ ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ജോബ് അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ ടെക്നിക്കലി കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഇമ്പ്രൂവ് ചെയ്യണം. സോ അതിന് നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു CV എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ഏസ് ഫ്ലുവൻസി. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രേഞ്ചേഴ്സായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിൽ ഡെയിലി നമുക്ക് അരമണിക്കൂർ ഫ്രീ ആയിരിക്കും. നമുക്ക് അൺലിമിറ്റഡ് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇയർലി 1200 സംതിങ് എന്തോ പേ ചെയ്യണം. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ ഈ ആപ്പുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. സോ അതുപോലെ തന്നെ ബേസിക് ഗ്രാമറും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഹലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെ ഗെയിം കളിക്കുന്നത് പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷനും ഇതിൻ്റെ കൂടെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാം. സോ ഇത്രയും ടിപ്സുകളാണ് സെൽഫ് ലേൺ ചെയ്യുന്നവർക്ക് എനിക്ക് കൊടുക്കാനുള്ളത്. ഇതല്ലാതെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.